Good morning all. ഇന്ന് നമുക്കുള്ളത് സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ആണ്. സ്ട്രക്ചറൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ഓഫ് എ ബൈനറി സ്ട്രക്ചർ ഈസ് വൺ ദാറ്റ് മസ്റ്റ് ബി ഷെയർഡ് വിത്ത് എനി ഐസോമോർഫിക് സ്ട്രക്ചർ. നമ്മൾ എക്സാമ്പിളായിട്ട് തെറ്റിക്കുന്ന കാർഡിനാലിറ്റി ആണ്. നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് സ്ട്രക്ചേഴ്സ്, ടു ബൈനറി സ്ട്രക്ചേഴ്സ് എസ് സ്റ്റാർ ആൻഡ് എസ് ഡാഷ് സ്റ്റാർ ഈസ് നോട്ട് ഐസോമോർഫിക് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. ഒരു 4-5 എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ക്യൂ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ആർ പ്ലസ് റിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ ഓപ്പറേഷൻ ഈസ് യൂഷ്വൽ അഡീഷൻ ഈസ് നോട്ട് ഐസോമോർഫിക്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാർഡിനാലിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ക്യൂ ഹാസ് കാർഡിനാലിറ്റി അലഫ് നോട്ട് ആൻഡ് സി ഹാസ് കാർഡിനാലിറ്റി power of continuum. അടുത്തത് next binary structure q plus and z plus. q set of all rational numbers and z set of all integers are not isomorphic. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ x plus x equal to c എന്ന ഇക്വേഷന് സൊല്യൂഷൻ എല്ലായ്പ്പോഴും സൊല്യൂഷൻ ക്യൂവിനുണ്ട്. ബട്ട് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇതെടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 3, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു 3/2. ഇറ്റ്സ് നോട്ട് ഇൻ 3/2 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഇസഡ്. സോ അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് അതിനൊരു സൊല്യൂഷൻ ഇല്ല. സോ ദിസ് സ്ട്രക്ചർ പ്രോപ്പർട്ടി ഡിസ്റ്റിങ്വിഷസ് ടു ബൈനറി സ്ട്രക്ചേഴ്സ് ഇസഡ് പ്ലസ് ആൻഡ് ക്യൂ പ്ലസ്. ഇനി അടുത്തത് ഇസഡ് ഡോട്ട് ആൻഡ് ഇസഡ് പ്ലസ്. ഇസഡ് ഡോട്ടിൽ set of all integers with usual multiplication and z plusil set of all non-positive integers with usual multiplication. അപ്പോൾ അതിൽ z plusil there are two elements with x dot x equal to x. നമ്മൾ x into x equal to x എന്നുള്ള രീതിയിൽ വരുന്നത് 0 into 0 equal to 0, 0 into 1 into 1 equal to 1, അങ്ങനെ രണ്ട് എലമെന്റ്സ് ഉണ്ട്. ബട്ട് z plusil set of all positive integers only one element, namely 1 into 1 മാത്രമാണ് 1 എന്നുള്ള വാല്യൂ ഉള്ളൂ. x into x equal to x എന്നുള്ള ഇതിലുള്ളത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, അതാണ് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് ബൈനറി സ്ട്രക്ചർ ഈസ് ആർ ഡോട്ട് ആൻഡ് സി ഡോട്ട്. ആർ ഡോട്ട് എന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ, സി സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ. അവിടെ ഇപ്പോൾ ഒരു ഇക്വേഷൻ എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു -1 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്നുള്ളതിന് സൊല്യൂഷൻ ആറിലില്ല, സിയിലുണ്ട്. അപ്പോൾ അതാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാസ് നോ ദ ഇക്വേഷൻ എക്സ് ഡോട്ട് എക്സ് ഈക്വൽ ടു സി ഹാസ് എ സൊല്യൂഷൻ ഫോർ ഓൾ എക്സ് ഇൻ സി, ബട്ട് എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു -1 എന്നുള്ളതിന് സൊല്യൂഷൻ സി ആറിൽ ഇല്ല. ഇനി അടുത്തത് ലാസ്റ്റത്തത് matrix multiplication with matrices, set of all 2/2 matrices with set of all 2/2 real matrices with usual matrix multiplication and set of all real numbers with usual multiplication. ഇവിടെ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ബട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അതാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് തിയറാണ്. Suppose S star has an identity element E for star, then and if phi from S to S dash is a homomorphism, not a homomorphism, it's an isomorphism of S dot S star with S dash star dash, then phi of E is the identity element. അപ്പോൾ E ആണ് എലമെന്റ് എങ്കിൽ, E ആണ് ഐഡന്റിറ്റി ഓഫ് S എങ്കിൽ ഈ phi of E ആണ് identity of S dash if phi from S to S dash is an isomorphism. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ പ്രൂഫാണ് ടു പ്രൂവ് ദാറ്റ് phi of E is an identity element for the binary operation star dash on S dash. നമ്മൾ E ആണ് എസ്സിലെ ഐഡന്റിറ്റി, അപ്പോൾ phi of E എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് we have to prove that x star dash phi of E equal to x, which is equal to phi of E star dash x for all x element of S dash. For an arbitrary element
for all x element of s dash, we have to show that x star dash phi of e equal to x equal to phi of e star dash x. നമ്മൾ choose any x element of s dash. Since phi from s to s dash is 1 1 and on 2, with there exists an element a such that phi of a equal to x. x s in s ഡാഷിലേക്കുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് 1 1 on 2 ആയതുകൊണ്ട് ഹിയർ ദർ വിൽ ബി എ പ്രീ ഇമേജ് ഫോർ ഈച്ച് ഫോർ ദർ എക്സിസ്റ്റ് എ യുണീക്ക് എലമെൻറ്റ് എ. ഇവിടെ ഒരു എ ഉണ്ടാവും, ഇവിടെ ഒരു ഈ എക്സ് നമ്മൾ എസ് ഡാഷിൽ എടുത്തിട്ടുണ്ടെങ്കിൽ phi of a equal to x. Since e is an identity element for s star, നമ്മുടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഡെഫിനിഷൻ, വിച്ച് ഇംപ്ലൈസ് നമ്മൾ ഫങ്ഷൻ ഫൈ അതിന് അപ്ലൈ ചെയ്തു. ഫൈ ഓഫ് എ സ്റ്റാർ ഇ ഈക്വൽ ടു ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ഇ സ്റ്റാർ എ, സിൻസ് ഫൈ ഈസ് എ ഫങ്ഷൻ. ഇനി ഫൈ ഓഫ് എ സ്റ്റാർ ഇയെ നമുക്ക് it's an isomorphism, so we can split we can write into phi of a star e equal to phi of a star dash phi of e, which is equal to phi of a, which is equal to right side ilum again homomorphism property apply chedu phi of e star dash phi of a. Ini we have phi of a equal to x, adu we substitute cheydumbe x star dash phi of e equal to x equal to phi of e star dash x. Here x is an arbitrary element, so it will be true for all x. The expression is true for all x, which is equal to x star dash phi of e equal to x equal to phi of e star dash x. Hence ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഏറ്റവും ആദ്യം എഴുതി വെച്ചിരിക്കുന്ന ഫോർമുല. Hence, phi of e is the identity element for the binary operation star dash on s. The binary operation star on s with identity element, we can consider, we can show that this is a structural property using that the above theorem. So, some other examples of such property, structural property is commutativity. The operation star is commutative. The operation star is associative. And for each C element of S, the operation x star x equal to C has a solution in S. There exists element B in S such that B star B equal to B. The equation A star x equal to B has a solution x in S for all A comma B element of S.